guys, welcome back to our YouTube channel. I am Royce Karan. Now you are watching Kuruppu Media. Guys, നമ്മൾ ഇന്ന് കായൽപ്പുറം പള്ളിയിലേക്ക് പോവാണ്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. വട്ടക്കായൽ ഫുള്ള് നമ്മൾ കാണിക്കും. ഈ വീട്ടിൽ ഫുള്ള് വെള്ളം കയറി കിടക്കുവാണ്. ഇവിടെയൊക്കെ നല്ല വെള്ളമാണ്. ഈ റോഡിൽ വെള്ളമില്ല, പക്ഷെ അങ്ങോട്ടുള്ള റോഡിൽ ഫുള്ള് വെള്ളം കയറിയിരിക്കുകയാണ്. നേരെ പോകുമ്പോൾ മെയിൻ എൻട്രൻസ് വഴി പള്ളിയുടെ കയറാം, പക്ഷേ ഇവിടെ നിറച്ച് വെള്ളമാണ്. അതുകൊണ്ട് നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. അതുവഴി പോയാൽ നമ്മുടെ പാരിഷുകാരുടെ പുറകോശം വഴി നമുക്ക് കയറാം. അത് കഴിഞ്ഞ് നമുക്ക് പള്ളി പരിസരമൊക്കെ കാണിച്ചതിന് ശേഷം മെയിൻ എൻട്രൻസ് കാണിച്ചു തരാം. തോടൊക്കെയുണ്ട് ഇവിടെ, വെള്ളം കയറി കിടക്കുക തോട്ടിൽ നിന്ന്. ഇവിടെ ഈ വീടിനകത്തൊക്കെ നല്ല വെള്ളമാണ്. സർവീസ് സഹകരണ ബാങ്കാണിത്. ഇവിടെ ഇവിടുന്ന് തോട്ടിയിലൊക്കെ വെള്ളം കയറിയുണ്ട്. ഇവിടെ FCC സിസ്റ്റർമാരുടെ മഠമാണ് ഇവിടെ ഉള്ളത്. മഠത്തിലും വെള്ളമൊക്കെ കയറി കിടക്കുക. വരുമ്പോഴാണ് മെയിൻ എൻട്രൻസ് കയറുന്നത്. ഇതിപ്പോൾ നമ്മുടെ പാരിഷുകാരുടെ പുറകുവശത്ത് കൂടെ നമുക്ക് പോകാം. പാരിഷുകളുടെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കാൻ. തൊട്ട് മുമ്പിൽ ഒരു കുളമുണ്ട്. ഇപ്പോൾ നമ്മുടെ പാരിഷുകളിൽ ആണ് പരിപാടിയൊക്കെ നടത്തുന്നത്. പിന്നെ നേരെ നടക്കും. അച്ഛനൊക്കെ താമസിക്കുന്ന പള്ളിമാരെ അവിടെയാണ്. അടുത്ത് കിളിക്കൂടും ഒക്കെ ഉണ്ട്. ചെറിയതായിരുന്നു, ഇപ്പോൾ നമുക്ക് വലുതാക്കിയെടുത്ത്. ഇപ്പോൾ നടക്കുവാണ് പള്ളിയിൽ അങ്ങോട്ട്. ഇപ്പോൾ ഈ സൈഡിൽ ചെറിയൊരു തോടുണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ട് കായലിലോട്ട് ഇറങ്ങുന്നത്. ഇതുവഴി നമ്മുടെ പള്ളിയുടെ സൈഡ് വശമാണിത്. പള്ളിക്കകം കായൽ കാണിച്ചിട്ട് കാണിക്കാം. നല്ല കാറ്റുണ്ട്. വൈകുന്നേര സമയം 5:30 ഇപ്പോൾ അവിടെ നല്ല കാറ്റുണ്ട്. കുറേ തെങ്ങുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ കായൽ. ഇവിടെ പള്ളിയുടെ അടുത്തുള്ള വട്ടക്കായൽ. കുറച്ച് പോളയൊക്കെ തീ കിടപ്പുണ്ട്, അതാണ് ഇച്ചിരി ഇതില്ല. ഇതാണ് നമ്മുടെ ഇവിടെ നമുക്ക് കയറി നിൽക്കാം. ഇവിടെ നിന്നുണ്ട് നമ്മുടെ കായൽ കാണിക്കുന്നത്. അടിപൊളിയല്ലേ? അപ്പോൾ അത് കാണുന്ന കണ്ടമാണ്. ഇവിടെ ഔസേബാൻ്റെ ഒരു വലിയ രൂപമുണ്ട്.
നിറച്ച് പോള വീങ്ങി കിടക്കുവാണ് ഇവിടെ. അതാണ് ഒത്തിരി കാണാൻ പറ്റാത്ത. പോളയില്ല വീങ്ങി നല്ല അടിപൊളിയാണ്. ഒരു സൈഡിലോട്ട് മാറുമ്പോൾ ഇങ്ങനെ നമുക്ക് വ്യൂ ആണ്. അടിപൊളിയാണ്. ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനെ നടന്ന് നേരെ പള്ളിയുടെ ഫ്രണ്ട് വശത്തേക്ക് പോകാം. പള്ളിയുടെ തൊട്ട് മുമ്പ് തന്നെ നമുക്കൊരു വലിയ കൽക്കുരിശുണ്ട്. ഇതാണ് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് വശം. പള്ളിയുടെ കൊടിമരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് നമ്മുടെ സിമിത്തേരിയുണ്ട്. നമുക്ക് പള്ളിയൊക്കെ പൊളിക്കാനായിട്ടൊക്കെ പോവാണ്. 2-3 വർഷത്തിനുള്ളിൽ പള്ളി പൊളിക്കും. ഇപ്പോൾ വെള്ളമായിരുന്നു പള്ളിക്കകത്ത്, ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പള്ളിക്കകത്തുനിന്ന്. നേരെ പള്ളിക്കകത്തോട്ട് പോകാം. ഇതാണ് നമ്മുടെ പള്ളിക്കകം. നടുക്കൂന്ന് നേരെ നടന്നു കയറുമ്പോൾ അവിടെ ആൾത്താര. മാർച്ച് 10 മുതൽ 19 വരെ ഔസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ ഇവിടെ കൊണ്ടാടുന്നു. അതിനോടൊപ്പം നമുക്കിവിടെ ഊട്ടുനേർച്ചയുണ്ട്. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന 3-ാമത്തെ ഞായറാഴ്ചയാണ് ഇവിടെ നമ്മുടെ മധ്യസ്ഥ തിരുനാൾ നടക്കുന്നത്. ഇവിടെ സങ്കീർത്തി ഇവിടെ വരും. ഇവിടെ പള്ളിമേട ഇവിടെ ഉണ്ട്. നമ്മൾ തിരിച്ച് പള്ളിയൊക്കെ കണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. നമ്മൾ മഠത്തിൻ്റെ ഇതുവഴിയാണ് പോകുന്നത്. അപ്പുറം വഴി പോകാൻ പറ്റത്തില്ല, നല്ല വെള്ളമാണ്. നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്.